ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്ത 1 തിമോഥെയോസ് 4 അധ്യായം 9 വാക്യം. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം നാം വായിക്കുന്നു. യോഗ്യമായ വചനം, അതാണ് നമ്മുടെ ചിന്ത. എല്ലാവർക്കും ഈ വചനം യോഗ്യമാണ്. കാരണം വചനം യോഗ്യത നിറഞ്ഞതാണ്. സകല യോഗ്യതയും നിറഞ്ഞതാണ് വചനം. ആ വചനം ലോകത്തിലെ 5 വൻകരയിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള യോഗ്യമായ വചനം. അയോഗ്യതയായി കിടക്കുന്ന നമ്മളെ അയോഗ്യരായി സൃഷ്ടിച്ചതെ നമ്മൾ എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ നമുക്കെന്ത് യോഗ്യതയുണ്ടായിരുന്നു? ഈ ലോകത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് യോഗ്യതകൾ പലതുണ്ടെങ്കിലും കുടുംബ യോഗ്യതകളുണ്ടാകാം, സാമ്പത്തിക യോഗ്യതകളുണ്ടാകാം, പാരമ്പര്യ യോഗ്യതകളുണ്ടാകാം, പൗരോഹിത്യ യോഗ്യതകളുണ്ടാകാം. അങ്ങനെയൊക്കെ നമുക്ക് യോഗ്യതകൾ പലതും പറയാനുണ്ടെങ്കിലും ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ നമുക്ക് കിട്ടിയ യോഗ്യതയാണ് യഥാർത്ഥ യോഗ്യത. എന്താണ് ആ യോഗ്യത? യേശു യോഗ്യനായി. പാപമൊഴികെ നമ്മളോടൊപ്പം ജീവിച്ചവനാണ്. എല്ലാ നിലയിലും എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തു. വചനം അതിൻ്റെ നിലയിൽ ക്രിയ ചെയ്തു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. വചനത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. വചനം അതിവേഗം ഓടുന്നതാണ്. വെളിച്ചത്തേക്കാൾ പ്രകാശത്തേക്കാൾ ഓടും. ഏതൊരു കാര്യം എവിടെ സാധിപ്പിക്കണം അവിടെ ചെല്ലും വചനം. ആ കാര്യം സാധിച്ച് മടങ്ങി വരുന്ന വചനത്തിൻ്റെ മഹത്വത്തെയാണ്. അത് യേശു കർത്താവിൻ്റെ ശക്തിയും നമ്മളോടുള്ള സ്നേഹവുമാണ് ആ വചനം നമുക്ക് വേണ്ടി ഓടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആകയാൽ പ്രിയരെ, നമ്മുടെ ജീവിതം എത്ര കണ്ട് യോഗ്യതയാക്കി തീർത്തു ദൈവം. ഒരു യോഗ്യതയും പറയാനില്ല. പറയാനുണ്ടായിരുന്നു എന്തെങ്കിലും യോഗ്യതകൾ പലതും പറയാനുണ്ടായിരുന്നെങ്കിലും അതൊന്നും നമ്മളെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും കരുതലും ഒക്കെ തന്ന ദൈവം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായി തീർന്നേനെ? നമ്മൾ വളരെ കഷ്ടതയിലും വേദനയിലും ആയിപ്പോയത്. കർത്താവ് വന്നതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതം ശോഭനമായത്, അനുഗ്രഹപൂർണമായത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ അതിനായിട്ട് സമർപ്പിക്കാം. എത്ര അതേ അയോഗ്യതകൾ ഉള്ളവർ ഇന്നുമുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിലും കുടുംബക്കാരുടെ മുമ്പാകെയും അവരുടെയൊക്കെ നോട്ടത്തിൽ നമ്മൾ അയോഗ്യരാണ്. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതൊക്കെ പറയാൻ, ഇതൊക്കെ ചെയ്യാൻ, ഇതൊക്കെ പ്രവർത്തിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ? അങ്ങനെയുള്ളവരുടെ നടുവിൽ നമ്മെ യോഗ്യരാക്കി തീർത്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ കരുതൽ ഇന്ന് പകൽ കണ്ടറിയുവാൻ നമ്മളെ ശക്തീകരിച്ച ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. അതെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിടത്ത് ഇന്ന് വിളിച്ച് വേർതിരിച്ച് നല്ല യോഗ്യതകളെ തന്നു. എവിടെ ചെന്നാലും ഒരു മാന്യത, എവിടെ ചെന്നാലും ഒരു ആദരവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്താലുള്ളതാണ്. അത് നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. മഹത്വത്തിൽ ഇന്നും അവൻ ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് വേഗം വരും നമ്മളെ ചേർക്കുവാൻ. യോഗ്യതയുള്ളവരായ വിശുദ്ധരായ പ്രാർത്ഥനാവീരന്മാരായി അഭിഷേകം സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ ഇവിടെ നിന്നും എടുക്കപ്പെടുന്ന ഒരു നല്ല ആ ദിനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ലഭിച്ച യോഗ്യതകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തെല്ലാം യോഗ്യതകൾ ലഭിച്ചു? കൃപാവരങ്ങളുടെയും പരിശുദ്ധ ശക്തിയുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിനും എല്ലാവരുടെയും മുമ്പാകെ മാതൃകയായി ജീവിക്കുന്നതിനും ജ്ഞാനം, പരിജ്ഞാനം, വിവേകം എല്ലാം തന്ന യോഗ്യതകളാണ്. ഇതെല്ലാം യോഗ്യതകളാണ്. ഈ യോഗ്യതകൾ മറന്നു പോകാതെ യോഗ്യത തന്ന ദൈവത്തിന് മഹത്വം കൊടുത്ത് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ,
തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ചു തന്നതിന് നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.